നല്ല മഴയുള്ളൊരു ദിവസം. പുറത്ത് ശക്തമായിട്ട് മഴ പെയ്യുന്നു. മഴ പെയ്യുന്നത് കൊണ്ട് ഈ വലിയ ഷോപ്പിംഗ് മോളിൽ ഗ്രോസറി വിൽക്കുന്ന ഭാഗത്ത് കസ്റ്റമേഴ്സ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെല്ലാവരും കൂടെ ആ ഒരു ഗ്രോസറി വിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് എല്ലാവരും കൂടെ ഇരുന്ന് ഓരോരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇതിലൊന്നും പങ്കെടുക്കാതെ ഒരു യുവാവ് അവനങ്ങനെ മാറി അവിടെ നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അവനിങ്ങനെ മാറി അതിൻ്റെ ആ ഗ്ലാസ് ഫ്രെയിമിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. ആ സമയത്ത് ഒരു വലിയൊരു വണ്ടി, ഒരു കാറ് ഇവരുടെ കടയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയ സമയത്ത് അതിനകത്തുനിന്ന് ഒരു ലേഡി ഇറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരുടെ കയ്യിൽ കുടയില്ലാത്തത് കൊണ്ട് അവർക്ക് ഇറങ്ങാനോ കടയിലേക്ക് കയറാനോ പറ്റുന്നില്ല. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പുറത്തേക്ക് നോക്കി നിന്ന ആ ചെറുപ്പക്കാരൻ പെട്ടെന്നൊരു കുട എടുത്തുകൊണ്ട് ഈ കാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. കാറിനടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ സ്വീകരിച്ച് കടയുടെ ഉള്ളിലേക്ക് അവരെ കയറ്റി. അതിനുശേഷം അവരോട് പറഞ്ഞു, മാം, നിങ്ങൾ മഴയൊക്കെ നനഞ്ഞല്ലേ വന്നത്, അതുകൊണ്ട് ഒരു കാര്യം ആളുകളും കുറവായതുകൊണ്ട് നിങ്ങൾക്ക് മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലേക്ക് ഇതാ. മാം ഇവിടെ വെയിറ്റ് ചെയ്തു, ഞാൻ അപ്പോഴേക്കും പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം. അവരുടെ കയ്യിൽ നിന്ന് ലിസ്റ്റ് മേടിച്ചുകൊണ്ട് ഇവൻ സാധനങ്ങളെല്ലാം പെട്ടെന്ന് കളക്ട് ചെയ്തു. അവരോട് പറഞ്ഞു, ഞാൻ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തു, മാം പൈസ തരുവാണെങ്കിൽ ബില്ലിംഗ് സെക്ഷനിൽ പോയി ബില്ല് ചെയ്തിട്ട് ഞാൻ തിരികെ വരാം എന്നിങ്ങനെ പറഞ്ഞു. അവർ ഒരു തുക ഇവൻ്റെ കൈ കൊടുത്തു വിട്ടു. അവനവിടെ ബില്ല് ചെയ്തു. ഏകദേശം 13,000 രൂപ ബില്ലിങ്ങായി. ബാക്കി പൈസയും മേടിച്ച് സാധനവുമായിട്ട് ഈ ലേഡിയുടെ കയ്യിലേക്ക് അവൻ കൊണ്ടുകൊടുത്തു. അവരൊരു താങ്ക്സ് പറഞ്ഞതിന് ശേഷം അവിടുന്ന് അവർ കടന്നുപോയി. അവർ നന്ദി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്ന സമയത്ത് ആ ചെറുപ്പക്കാരനോട് അവൻ്റെ പേര് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ടോണി. അങ്ങനെ അവർ നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആ കാറിൽ കയറി അങ്ങ് പോയി. ഇവനിങ്ങനെ ചെയ്തതുകൊണ്ട് അവർ ടിപ്പൊന്നും കൊടുത്തില്ല. ഇവനും ടിപ്പ് കിട്ടാത്തതിൻ്റെതായ യാതൊരു മുഖഭാവത്തിന് വ്യത്യാസമോ ഒന്നും ഉണ്ടാകാതെ അവൻ വീണ്ടും ആരെയോ വെയിറ്റ് ചെയ്യുന്നത് പോലെ വീണ്ടും പഴയ സ്ഥലത്ത് വന്ന് നിന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ കടയിലെ മാനേജറുടെ പേരിൽ ഒരു വലിയൊരു ലിസ്റ്റും ഒരു ലെറ്ററും വന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, എനിക്ക് ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ സാധനം നിങ്ങളുടെ കടയിൽ നിന്ന് ആവശ്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ എനിക്ക് വേണം. പക്ഷേ ആ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കടയിലെ ടോണി എന്ന് പേരുള്ള ആ വ്യക്തിയായിരിക്കണം. അതുമാത്രമല്ല, എൻ്റെ അഡ്രസ്സ് അനുസരിച്ച് ആ സാധനങ്ങൾ എനിക്ക് കൊണ്ടുതരുന്നത് ഈ ടോണി എന്ന് പേരുള്ള ഈ യുവാവായിരിക്കണം. കൂടാതെ 3 ലക്ഷം രൂപയുടെ സാധനം ഞാൻ നിങ്ങളുടെ കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. എനിക്ക് ഇന്നു മുതൽ ടോണി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ എൻ്റെ കടയിലേക്ക് എനിക്ക് വേണം. അങ്ങനെ ഒരു ലെറ്ററാണ് കൊടുത്തിരുന്നത്. ആ സമയത്ത് ഈ മാനേജർ വിചാരിച്ചു, ഒരു 3 ലക്ഷം രൂപയുടെ സാധനം മറ്റൊരാൾ മേടിക്കുന്ന സമയത്ത് ഞാൻ എന്തിനാ ഈ തൊഴിലാളിയെ നിർബന്ധപൂർവം ഇവിടെ പിടിച്ചു നിർത്തുന്നത്? അവർക്ക് ഇവനെ വേണമെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ. ആ ഒരു ചിന്തയോടുകൂടി അവർ സാധനങ്ങളെല്ലാം കൊടുത്തുവിടാൻ തയ്യാറാണെന്നുള്ള മെസ്സേജും കൊടുത്തു. അതിനുശേഷം സാധനങ്ങളെല്ലാം തയ്യാറാക്കി ഈ ടോണി എന്ന യുവാവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ഇവനൊരു വണ്ടിയിൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഈ പറയുന്ന ലേഡിയുടെ അഡ്രസ് മുഖാന്തരമുള്ള അവരുടെ ഓഫീസിലെത്തി അവിടെ സാധനങ്ങൾ കൊടുത്തു. ഈ ടോണി പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഓർമ്മയുണ്ട്. ഏകദേശം 2-3 മാസം മുമ്പ് ഞാൻ ജോലി ചെയ്ത കടയിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് നീ ഈ സാധനങ്ങൾ കൊണ്ടുതരണം എന്നാവശ്യപ്പെട്ടത്. അങ്ങനെ അവനെ അവിടെ നിന്നും ഒരു മാനേജറുടെ ഒരു ക്യാബിനിലേക്ക് അവനെ കൊണ്ടുപോയി. ടോണി എന്ന പേരുള്ള ഒരു നെയിം ബോർഡ് കണ്ടു. ആ സമയത്ത് ഈ യുവാവ് പറഞ്ഞു, നിങ്ങളുടെ മാനേജറിന് എൻ്റെ പേര് തന്നെയാണല്ലോ. ഇവർ പറഞ്ഞു, നിന്റെ പേരല്ല, നീ മുതൽ നീയാണ് ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ. അങ്ങനെ അവനെ ആ മാനേജിങ് പോസ്റ്റ് കൊടുക്കാനുള്ള കാരണം അവൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ സ്ഥാപനത്തിലേക്ക് സമയവും സന്ദർഭവും ഒന്നും നോക്കാതെ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്ന ഒരാളെയാണ് എനിക്ക് ആവശ്യം. ദൈവവചനം പറയുന്നത്, അല്പത്തിന് വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഒരു ചെറിയ കാര്യം മാത്രമേ ഈ ടോണി എന്ന വ്യക്തി ഇവിടെ ചെയ്തുള്ളൂ.
ചെയ്ത പ്രവൃത്തിക്ക് നന്ദി സൂചകമായിട്ട് ഒന്നും ആ ലേഡിയിൽ നിന്ന് അവൻ സ്വീകരിച്ചില്ല, അവൻ മേടിച്ചില്ല, അവൻ ആവശ്യപ്പെട്ടില്ല. എന്നാൽ ആ ചെറിയ കാര്യം വിശ്വസ്തയോടെ ചെയ്ത സമയത്ത് അവനെ വിശ്വസ്തനായിട്ട് എണ്ണിക്കൊണ്ട് അവന് യോഗ്യതയുള്ള ഒരു സ്ഥാനം അവന് ലഭിച്ചു. ഇതുപോലാണ് പല കാര്യങ്ങളും. ചില സമയത്ത് ചില വ്യക്തികൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഞാൻ ചെയ്യുന്നത് ആരെങ്കിലും കണ്ടോ, ഇതാണ് എൻ്റെ രീതി, ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോ ഓഫ് എന്ന് പറയും. ആ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സ്വഭാവക്കാരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന്. പക്ഷെ ഇതുപോലെ ചെയ്യുന്ന ഓരോ രീതികൾ കാണുന്ന വ്യക്തികൾക്ക് വളരെ മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. മനസ്സിന് മടുപ്പ് മാത്രമല്ല, കാണുന്ന വ്യക്തിക്ക് ഏറ്റവും അധികം ഇറിറ്റേറ്റ് തോന്നുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും കർത്താവിന് ഉചിതമായ വണ്ണം ചെയ്യുവിൻ. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്.